അത്ഭുതങ്ങളുടെ കലവറയായ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അതിവിശിഷ്ടമായ ഒരുപാട് അമലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു. നിരവധി ആളുകൾ അതിൻ്റെ ഓരോ അമലുകളും എഴുതിയെടുത്ത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു, മുമ്പ് ചെയ്തിരുന്നു എന്നൊക്കെ അതിന് താഴെ കമൻ്റ് എഴുതി അറിയിച്ചു. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയവർ കൃത്യമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം മതി ദുനിയാവും ആഖിറവും വിജയിക്കാൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൂടെയാണ്. ഇന്ന് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ചില പ്രത്യേക മഹത്വങ്ങളും കൂടെ പറയാൻ ബാക്കി വച്ചതുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി വര്യൻ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി വര്യൻ പറഞ്ഞത്, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്ന് ഹബീബായ തങ്ങൾ കേട്ടപ്പോൾ അതിന് മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളത്. സൂറത്തുൽ ഇഖ്ലാസിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്താൽ ദുനിയാവിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിനെക്കുറിച്ചും 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടവർക്കോ വേണ്ടി നമ്മളൊരു പ്രത്യേക അമലുണ്ടായിരുന്നു. നമ്മൾ മുൻകാലങ്ങളിലെ വീഡിയോസുകളിലൊക്കെ നിരവധി തവണ പറഞ്ഞതാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണം, ഓർമ്മയിലുള്ളവർ. ആ അമലും നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പറയാൻ ബാക്കി വെച്ചതാണ് പറയുന്നത്. നിങ്ങൾ കൃത്യമായി കേട്ടാൽ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എല്ലാത്തിനുമുപരി ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാക്കുകൊണ്ട് പറഞ്ഞതാണ്, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നു, ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത്, എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക, വിജയിക്കാൻ സാധ്യമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകം പറയുന്നത്. ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുള്ള കാര്യങ്ങളും. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ.
ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയില്ല. കാര്യങ്ങളും സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഓതുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിച്ചത്. സൂറത്തുൽ ഇഖ്ലാസ് ഏതൊരുവൻ 1000 തവണ പാരായണം ചെയ്യുന്നോ അവൻ്റെ എല്ലാ മുറാദുകളും അതിനുശേഷം ഉടനെ അവൻ ചോദിച്ചാൽ അത് നൽകപ്പെടും എന്ന സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ആരെങ്കിലും ജുമുഅ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇവകൾ 7 തവണ വീതം ഓതിയാൽ അയാളെ അടുത്ത ജുമുഅ വരെ എല്ലാ ആഫത്തുകളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും. എന്താണ് ചെയ്യേണ്ടത്? ജുമുഅയ്ക്ക് ശേഷം 7 ഫാത്തിഹയും 7 സൂറത്തുൽ ഇഖ്ലാസും 7 സൂറത്തുൽ ഫലഖും 7 സൂറത്തുൻ നാസും. ഇത് തന്നെ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാം. ജുമുഅ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ തൻ്റെ കാലുകൾ ചലിപ്പിക്കുന്നതിൻ്റെ മുമ്പ് 7 തവണ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇവ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എന്നും കാണാം. അപ്പോൾ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാനും ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സർവ്വ അപകടങ്ങളെ തൊട്ടും കാവലാകാനും കാരണമാകുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതേണ്ട ഒരു രൂപമാണ് ഈ പറഞ്ഞത്. ഈ ഒരു പറഞ്ഞ രൂപമുണ്ടല്ലോ, ഇത് പല നാട്ടിൻപുറങ്ങളിലുള്ള പള്ളികളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില ഏരിയകളിലൊക്കെ ചില ആളുകളൊക്കെ തിരക്ക് കൂടി, ടൗണുകൾ വന്നു, ഒരുപാട് ടൗൺഷിപ്പുകൾ വന്നു, കടകൾ പള്ളികളുടെ മുമ്പിൽ വന്നു, സ്കൂളുകൾ വന്നു, കോടതികൾ വന്നു, അങ്ങനെയുള്ള ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ മറ്റൊക്കെ വന്നപ്പോൾ മസ്ലഹത്ത് നിലയ്ക്ക് ചില പള്ളികളിലൊന്നും ഇപ്പോൾ അത് കൂടുതൽ പള്ളികളിലൊന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ പങ്കെടുത്ത ഏതൊക്കെയോ പള്ളിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ 7 ഫാത്തിഹയും 7 സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും നിസ്കാരം വീട്ടി സലാം കഴിഞ്ഞ് വീട്ടിയാൽ ഉടനെ ജുമുഅ നിസ്കാരത്തിന് ഓതുന്ന പള്ളിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് കേൾക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, ഉപ്പമാരോട്, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോട്, അനിയന്മാരോട് ചോദിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു പള്ളിയിൽ നിങ്ങൾക്ക് അനുഭവമുണ്ടോ എന്നുള്ളത്. ഇപ്പോഴും പല പള്ളിയിലുണ്ട്, എനിക്കറിയാവുന്ന പല പള്ളികളിലുമുണ്ട്, ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ജുമുഅ കഴിഞ്ഞ ഉടനെ 7 സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും സൂറത്തുൽ ഇഖ്ലാസും 7 ഫാത്തിഹയും നിസ്കാരം വീട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൊല്ലുന്നു. അതിനുശേഷമാണ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും അതേപോലെ തന്നെ ആയത്തുൽ കുർസിയും ഫാത്തിഹയൊക്കെ ഓതി ദുആ ചെയ്യുന്നത്. എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു? ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ളതിൻ്റെ ഇടക്കുള്ള എല്ലാ ദോഷങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ഒരു ജുമുഅയുടെയും അടുത്ത ജുമുഅൻ്റെ ഇടയിലുള്ള എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു അവന് കാവൽ നൽകപ്പെടുകയും ചെയ്യുന്ന വലിയ മഹത്വം ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല, അവിടെ അതേപോലെ ഇരുന്നിട്ടാണ് ചൊല്ലാറുള്ളത്. നമ്മളൊക്കെ അതിന് പലപ്പോഴും പല പള്ളികളിലും സാക്ഷിയായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചൊല്ലുന്നവർക്കും ചൊല്ലിയവർക്കുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സൂറത്തുൽ ഇഖ്ലാസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ രാവും പകലും എൻ്റെ സമുദായത്തിനുള്ള ശിക്ഷയെ ഭയന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസുമായി വന്നത്. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടു, ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം എൻ്റെ സമുദായത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്ന്. കാരണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അതിലുള്ളത്. വല്ലവനും സദാ അത് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ശിരസിലേക്ക് ആകാശത്ത് നിന്ന് പുണ്യം വർഷിച്ചു കൊണ്ടേയിരിക്കും. ശാന്തിയും സമാധാനവും അയാളിലേക്ക് ഇറങ്ങി വരും. ദിവ്യകാരുണ്യം അയാളെ വലയം ചെയ്യുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ അർശിന് ചുറ്റും ഒരു ശബ്ദം മുഴങ്ങും. അതോതുന്നവനെ അള്ളാഹു കടാക്ഷിക്കുന്നത് വരെ അയാൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും. പിന്നീട് ഒരിക്കലും ശിക്ഷയുണ്ടാവില്ല. അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. സുരക്ഷിതത്വവും അഭയവും നൽകി ആദരിക്കുകയും ചെയ്യും. അതോദിയ നാൾ മുതൽ ഖിയാമത്ത് നാൾ വരെ അയാൾക്ക് അള്ളാഹു ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളും ലഭിച്ചുകൊണ്ടേയിരിക്കും. പുണ്യാത്മാക്കൾക്ക് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വന്നെത്തും അയാളിൽ. അയാളുടെ ഭക്ഷണം വിശാലമാകും, അയാളുടെ ആയുസ് നീളുകയും ചെയ്യും. ഒരു കാര്യത്തിലും പ്രയാസപ്പെടേണ്ടി വരില്ല. മരണവെപ്രാളം അയാളെ വിഷമിപ്പിക്കുകയില്ല. ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അല്ലാഹു വലിയ കാവൽ നൽകും.
സൃഷ്ടികളെല്ലാം പരിഭ്രാന്തരാകുന്ന പല ഘട്ടങ്ങളിലും അയാൾ ശാന്തനായിരിക്കും, നിർഭയനും. അയാൾ മഹ്ശറാ സമ്മേളനത്തിൽ മഹ്ശറാ വൻസഭയിലെത്തുമ്പോൾ അയാൾക്ക് വേണ്ടി വെളുത്ത മുത്താലുള്ള വാഹനം കൊണ്ടുവരും. അയാൾ അതിൽ കയറി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകും. അള്ളാഹു അയാളെ തൻ്റെ കാരുണ്യത്താൽ കടാക്ഷിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, ഇഷ്ടമുള്ളയിടത്ത് വസിക്കാൻ വേണ്ടി പറയും. അതോതുന്നവർക്ക് എന്തു വലിയ മഹത്വമാണെന്നറിയോ? അവരെപ്പോലെ സൗഭാഗ്യം ലഭിക്കുന്ന മറ്റാരുണ്ട്? ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ മാത്രം മതി. അള്ളാഹു പ്രത്യേകമായിട്ട് നൽകുന്ന ഗുണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് ഇത്രമേൽ മഹത്വവും ഇത്രമേൽ പ്രതിഫലവും ഒക്കെ ഉണ്ടാകും. ആളുകളൊക്കെ പരിഭ്രാന്തിയാകുന്ന സമയം, ആളുകളൊക്കെ പ്രയാസത്തിലാകുന്ന സമയം അവനക്കൊരു പ്രയാസവും ഉണ്ടാകില്ല. സമൂഹത്തിനൊന്നടങ്കം ബാധിക്കുന്ന പ്രശ്നങ്ങൾ മൊത്തത്തിൽ വരുമ്പോൾ അവൻ അതിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസിനെ ആത്മാർത്ഥമായിട്ട് ചേർത്ത് വെക്കുക, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുക. അതാണല്ലോ കഴിഞ്ഞ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നു, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടാൽ, സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത്? നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആൾ ഫോൺ വിളിക്കാൻ പ്രതീക്ഷിച്ചിരിക്കും. ആ ആൾക്ക് നമ്മളങ്ങോട്ട് ഫോൺ വിളിക്കും, മണിക്കൂറുകളോളം സംസാരിക്കും. അയാളെക്കുറിച്ച് പറയുന്നതെല്ലാം നമുക്ക് ഇഷ്ടമാകും. അയാൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാകും. അയാളുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരിക്കും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണ്, ഞാനെന്നും ഓതാറുണ്ട് എന്ന് കേവലം വാക്കുകളിൽ പറയലല്ല, സൂറത്തുൽ ഇഖ്ലാസ് കൃത്യമായി പഠിക്കും. സൂറത്തുൽ ഇഖ്ലാസ് തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിക്കും. അങ്ങനെയാണ് ഇഷ്ടമുള്ളവർ ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കും, അതിൻ്റെ ആശയങ്ങൾ പഠിക്കും, അതിൻ്റെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചൊല്ലും. അള്ളാഹുവിൻ്റെ വഹദാനിയത്തും അള്ളാഹുവിൻ്റെ സമദാനിയത്തും കൃത്യമായി വിശദീകരിക്കുന്നത് അവൻ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അവൻ കൃത്യമായി ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് ഓതിക്കൊണ്ടിരിക്കും. ഒരു ദിവസം തന്നെ അറ്റമില്ലാതെ ഓതിക്കൊണ്ടിരിക്കും. അവൻ്റെ മുമ്പിൽ ആര് വരുമ്പോഴും സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് വാചാലമായി കൊണ്ടേയിരിക്കും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. മറ്റുള്ളവർ ഇയാളോട് വന്നെന്തെങ്കിലും പറയുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തോ എന്ന് പറയും. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമുള്ളവരങ്ങനെയാണ് ചെയ്യുക. ആ ഒരു ഇഷ്ടമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആ സ്വഹാബി വര്യൻ ഓരോ നിസ്കാരത്തിലും ഒരു ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു, പിന്നെയും ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു, പിന്നെയും ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു. മുത്തുനബി തങ്ങളുടെ അടുക്കൽ വിഷയമെത്തുന്നു. ഹബീബായ തങ്ങൾ പറയുന്നു, എന്തുകൊണ്ടങ്ങനെ ഓതുന്നു? എനിക്കത് വല്ലാത്ത ഇഷ്ടമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതെയോ, എന്നാൽ ആ ഇഷ്ടം സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത, സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ഈ വാക്കുകൾ കേട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനമായാൽ ഞാൻ കൃതജ്ഞനായി. നിങ്ങളത് ചൊല്ലിയാൽ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നൊന്നുമേ കുറയാതെ എനിക്കും ഇത് കേട്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എനിക്കും അത് ലഭിക്കും. അള്ളാഹു നമുക്കൊക്കെ വലിയ ഗുണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ അയാളിലേക്ക് അള്ളാഹു ചില മലക്കുകളെ പറഞ്ഞയക്കുന്നു. ആ മലക്കുകൾ അയാളുടെ മുന്നിലും പിന്നിലും കാവൽ നിൽക്കുന്നു. അയാൾക്ക് വേണ്ടി പാപമോചനം തേടുന്നു, അയാളുടെ പുണ്യങ്ങൾ രേഖപ്പെടുത്തുന്നു. അയാളുടെ മരണം വരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഒരൊറ്റ തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹു ചില പ്രത്യേക മലക്കുകളെ അയാളിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അയാളുടെ മുന്നിലും പിന്നിലും അയാൾക്ക് കാവൽ നിൽക്കുകയാണ്. ഇതല്ലേ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്? നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാവലായിട്ട് മലക്കുകൾ ഉണ്ടാകും. നമ്മൾ എന്തെല്ലാം വിഷയങ്ങളിലേക്കാ ഓരോ ദിവസവും ഇറങ്ങുന്നത്. ആ സമയത്തൊക്കെ നമുക്കൊരു കാവലിന് മലക്കുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാവുന്ന സന്ദർഭമാണിത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഖുൽ ഹുവല്ലാഹു എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഓരോ അക്ഷരത്തിന് പകരവും അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഓരോ ഈത്തപ്പന നടുന്നു. ഓരോ ഈത്തപ്പന നടുന്നു. അവ ഓരോന്നിൻ്റെയും നീളം 1000 ഫർസഖാണ്. ഓരോ പനയിലും 1000 കുലകളുണ്ടാകും. ഓരോ കുലയിലും മണലുപോലെ പഴങ്ങളുമുണ്ടാകും. അതൊക്കെ അത്രത്തോളം ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ്
ഓരോ പഴവും മലമ്പ്രദേശത്തെ കുഴിതാളിയോളം വലിപ്പമുണ്ടാകും. അവയുടെ അല്ലികൾ മിന്നിത്തിളങ്ങും. അവയുടെ ആകാശത്തിൻ്റെയും അവയുടെയും മധ്യേ ആകെ സ്വർണമായിരിക്കും. പഴങ്ങൾ വെളുത്ത മുത്തുകളായിരിക്കും. അവയുടെ ആവരണങ്ങൾ വിവിധ വർണ്ണങ്ങളാൽ അലങ്കൃതമായിരിക്കും. വല്ലവനും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന വലിയ മഹത്വം നോക്കൂ. അയാൾക്ക് വേണ്ടി പ്രത്യേകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് 1000 മലക്കുകളെ ചുമതലപ്പെടുത്തും. ഈ 1000 മലക്കുകൾ അയാൾക്കായി സ്വർഗത്തിൽ പട്ടണങ്ങളും സൗധങ്ങളും രമ്യഹർമ്മങ്ങളും നിർമ്മിച്ചു കൊണ്ടിരിക്കും. വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കും, രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കും. പട്ടണങ്ങൾക്കും മന്ദിരങ്ങൾക്കും ചുറ്റും അവർ റയ്ഹാൻ ചെടികളും പഴങ്ങളും ഉണ്ടാക്കുന്ന മരങ്ങളും വെച്ച് പിടിപ്പിക്കും. അങ്ങനെ അയാളെപ്പോൾ ഇങ്ങനെ ചെയ്യുന്നോ അതിനൊക്കെ പ്രതിഫലമായിട്ട് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഭൂമി തന്നെ അയാളെ കൊണ്ട് സന്തോഷിക്കും, അഭിമാനിക്കും. അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് അയാൾ എത്തുമെന്നുള്ളതാണ്. ഒരൊറ്റ തവണ ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ ലഭിക്കുന്ന നേട്ടമാണത്. അള്ളാഹു നമുക്ക് ആ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിലാണ് സൂറത്തുൽ ഇഖ്ലാസിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ മരണപ്പെടുക. പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിൽ, ഒരു പാപവുമില്ലാത്ത രൂപത്തിൽ അയാൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, സൂറത്തുൽ ഇഖ്ലാസിനെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവനോട് പറയും, നീ സന്തോഷിച്ചു കൊള്ളുക, നിന്റെ കൺകുളിർമയാകട്ടെ, നിനക്കെൻ്റെ സന്നിധിയിൽ സന്തോഷിക്കാൻ വക അനേകമുണ്ടെന്ന് പറയും. ഇത് കേട്ട് നിൽക്കുന്ന മലക്കുകൾ അത്ഭുത പരതന്ത്രരാകും. മലക്കുകളെല്ലാം ഞെട്ടിപ്പോകും, അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് ഈ വാചാലമായി കൊണ്ടിരിക്കുന്നത്? ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം അള്ളാഹു ഇങ്ങനെ പറയാൻ എന്താണ് കാരണമെന്ന് മലക്കുകൾ ഇങ്ങനെ അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ്. മലക്കുകൾ അത്ഭുതപ്പെട്ടു പോകുമ്പോൾ അയാൾക്ക് അള്ളാഹുവുമായുള്ള സാമീപ്യവും അള്ളാഹുവിൽ നിന്നുള്ള ആദരവും മലക്കുകളെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തും. അത് കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിനോട് പറയും, ഇയാൾ ഇഖ്ലാസ് ഓതിയതിനുള്ള പുണ്യം നീയൊന്ന് വായിച്ചു കേൾപ്പിക്കണം എന്ന് പറയും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടപ്പെടുന്ന, സൂറത്തുൽ ഇഖ്ലാസ് ആത്മാർത്ഥമായി സ്നേഹിച്ച് സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിൽ പകർത്തിയിട്ട് മരണപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ വാചാലമാകുമ്പോൾ മലക്കുകളൊക്കെ അമ്പരപ്പെട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സമയത്ത് ലൗഹുൽ മഹ്ഫൂദിനോട് അള്ളാഹു പറയുകയാണ്, ഓ ലൗഹേ, നീ വായിക്ക്. ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത കാരണം ഇയാൾക്ക് ലഭിച്ച പുണ്യങ്ങൾ മുഴുവനും വായിച്ചു കേൾപ്പിക്കുന്ന ലൗഹുൽ മഹ്ഫൂദിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദ് അതിലുള്ളതെല്ലാം വായിച്ചു കേൾപ്പിക്കുമ്പോൾ ആകാശവാസികൾ അത്ഭുതപ്പെടും. അവർ പറയും, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ ഇത്രയും വലിയവരുണ്ടോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതെല്ലാം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തതുകൊണ്ട് ഞാൻ അവന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കി ഒരുക്കി വെച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ശ്രമിക്കുക. അത് നരകമോചനത്തിന് കാരണമാകും. വല്ലവനും ഒരു തവണ തോതിയാൽ അവന് ലഭിക്കുന്ന വലിയ വലിയ മഹത്വങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സൂറത്തുൽ ഇഖ്ലാസ് ഇന്നു മുതൽ ഞാനും നിങ്ങളൊക്കെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക. അതിഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഓതുന്നത് പോലെയല്ല. ഞാനതിനെക്കുറിച്ചും ചില ഉദാഹരണങ്ങളുടെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മരണപ്പെട്ട് കഴിഞ്ഞ് അള്ളാഹു മലക്കുകളോട് പറയും. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകാൻ കാരണമായത് സൂറത്തുൽ ഇഖ്ലാസ് ആണെങ്കിൽ പ്രിയമുള്ളവരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ സാധിക്കൂലേ? വളരെ പെട്ടെന്ന് ഓതി തീർക്കാവതല്ലേ സൂറത്തുൽ ഇഖ്ലാസ്? ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഇന്നു മുതൽ ചേർത്ത് വയ്ക്കാം. ഒരു ദിവസം തന്നെ ധാരാളം തവണ ഓതാം.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനെത്രയാണ് ഒരു തവണ ഒരു ദിവസം എത്ര തവണ ഓതണം? ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഐഡിയ മനസ്സിലാകും. ഇഖ്ലാസ് സൂറത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അത് നരകമോചനമാണ്, പാപമോചനമാണ്. ഒരു തവണ തോതിയാൽ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കും. 70,000 മലക്കുകളുടെ പ്രതിഫലം അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തും. അള്ളാഹു പറയും, എൻ്റെ മലക്കുകളെ, ഈ അടിമയുടെ ആഗ്രഹങ്ങൾ എന്തെന്നു മനസ്സിലാക്കി നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളില്ലേ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങളില്ലേ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ രോഗങ്ങളില്ലേ, നമുക്കൊരിക്കലും നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങളില്ലേ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹങ്ങളില്ലേ. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഏൽപ്പിച്ചിട്ട് സ്വർഗം കൊണ്ട് സാക്ഷ്യം നിൽക്കുന്ന മലക്കുകളാണ്. ഇവന് വേണ്ടി സ്വർഗം കൊണ്ട് സാക്ഷ്യം നിൽക്കുന്ന മലക്കുകളാണ്. എന്നിട്ട് അല്ലാഹു ആ മലക്കുകളോട് പറയുമത്രേ, മലക്കുകളോട് പറയും, ഈ അടിമയ്ക്ക് എന്താവശ്യമാണോ ഉള്ളത് അത് നിറവേറ്റി കൊടുക്കുവിൻ, അതിലേക്ക് എളുപ്പമാക്കി കൊടുക്കുവിൻ, അതിൻ്റെ കവാടങ്ങൾ വഴികൾ തുറന്നു കൊടുക്കുവിൻ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ കാരണം കൊണ്ട് പറയുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും ഇത് പതിവായി ഓതുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തെത്തും. നോമ്പുകാരനായി അള്ളാഹു രേഖപ്പെടുത്തും. ഖിയാമത്ത് നാളിൽ മലക്കുകൾ പറയും, ഇയാൾ നിന്റെ ഗുണങ്ങളെ സ്നേഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളിൽ ഒരു മലക്കും ഒഴിഞ്ഞു നിൽക്കാതെ ഇയാളെ സ്വർഗത്തിലേക്ക് ഒരുക്കുക. കോടാനുകോടി മലക്കുകളില്ലേ. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ കോടാനുകോടി മലക്കുകൾ ഉണ്ടാകും. ആ കോടാനുകോടി മലക്കുകളിൽ ഒരു മലക്ക് പോലും ഒഴിഞ്ഞു മാറി നിൽക്കാതെ എല്ലാ മലക്കുകളും ഇവനെ ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. മലക്കുകൾ സ്വർഗത്തിലേക്ക് ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുപോകുക. ഏതുപോലെ എന്നറിയണോ? മണവാളനെ വധുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ, ആനയിക്കുന്നത് പോലെ അയാളെ സ്വർഗത്തിലേക്ക് ഈ സ്ഥാനമാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മലക്കും ഒഴിഞ്ഞു നിൽക്കാതെ ആനയിക്കുന്നതാണ്. സ്വർഗത്തിൽ കടന്നിട്ട് അയാളുടെ സ്ഥാനമാനങ്ങളും പദവികളും അനുഭവിക്കുമ്പോൾ മലക്കുകൾ അത്ഭുത പരതന്ത്രനായി അവിടെ നിന്നും അല്ലാഹുവിനോട് ചോദിക്കും, ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ അവസ്ഥ എന്താണ്, അവരുടെ പദവികൾ എന്താണ്, അവരുടെ അവസ്ഥകൾ എന്താണെന്ന് മലക്കുകൾ ചോദിക്കും. സ്വർഗത്തിലേക്ക് ഇത്രയും ആദരവോടെ ആനയിച്ച് പുതുമണവാളനെ വധുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആനയിച്ച് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ വലിയ ഉന്നതമായ സ്ഥാനത്ത് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കി ഇയാളിങ്ങനെ ഇരിക്കുമ്പോൾ മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കാണ്, ഇയാൾ ഒപ്പമുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെ പദവികളും അവരുടെ സ്ഥാനങ്ങളും ഇത്ര തന്നെയില്ല. അവർ ഖുർആൻ മുഴുവനും ഓതുന്നവരായിരുന്നല്ലോ, അവരുടെ സ്ഥാനങ്ങൾ ഇത്രയൊന്നുമില്ല. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക് മറ്റൊരു പ്രതിഫലമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നതോടുകൂടെ തന്നെ, ഖത്മ് തീർക്കുന്നതോടുകൂടെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സ്പെഷ്യലായി ഓതുന്നവർക്ക് അള്ളാഹു നൽകുന്നു. അവരോടൊപ്പം വേദങ്ങളെയും അവതരിപ്പിച്ചു. എനിക്ക് കടപ്പെട്ടതിൻ്റെ കൂലിയും ധിക്കരിച്ചാലുള്ള ശിക്ഷയും അവരിലൂടെ ഞാൻ അറിയിച്ചു. എല്ലാവർക്കും അവരവരുടെ കർമ്മമനുസരിച്ച് പ്രതിഫലം നൽകും. ഇഖ്ലാസ് സൂറത്ത് ഓതിയവർ ഇതിൽ നിന്നും വ്യത്യസ്തരാണ്. അവർക്ക് കൂടുതൽ കൊടുക്കും. കാരണം അവർ രാവും പകലും അതോതാൻ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മറ്റു സ്വർഗക്കാരേക്കാൾ കൂടുതൽ മഹത്വം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്കുണ്ട്. മലക്കുകൾ ഇത് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്കൊക്കെ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം ഞാൻ കൊടുക്കും. ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം അവർക്കൊക്കെ നൽകും. അവർ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ശിക്ഷയും അവർക്ക് നൽകും. പക്ഷേ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കലോട് കൂടെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകമായി പാരായണം ചെയ്ത ആളുകൾ, അവർക്ക് മാത്രം ലഭിക്കുന്ന ഗുണമാണത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ രാവും പകലും അത് ഓതാൻ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മറ്റു സ്വർഗക്കാരേക്കാളും സ്വർഗത്തിൻ്റെ അഹ്ലുകാരേക്കാളും കൂടുതൽ മഹത്വം അവർക്ക് നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ
അവൻ അല്ലാഹു നൽകുന്ന വലിയ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഈ സൂറത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് വലിയ നേട്ടങ്ങളാണുള്ളത്, ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്. അത് വലിയ ഭാഗ്യവാന്മാരാണ്, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും വലിയ തൗഫീഖ് ലഭിച്ചവരാണ്. അത് നിത്യേന 3 തവണ പാരായണം ചെയ്താൽ എൻ്റെ അടിമക്ക് അള്ളാഹു ഞാൻ തൗഫീഖ് നൽകി. അതുകൊണ്ട് ആത്മാർത്ഥമായി തൗഫീഖ് നൽകിയ ആളുകൾക്ക് അത് പതിവാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസി നിത്യവും 3-5 തവണ ഇഖ്ലാസ് ഓതിയാൽ അയാൾ അള്ളാഹുവിൻ്റെ വലിയ പൊരുത്തത്തിന് പാത്രമാവാതിരിക്കില്ല. അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ തൃപ്തിയിലായിരിക്കും അവനുണ്ടായിരിക്കാം. ഒരു ദിവസം 3-4-5 തവണ പാരായണം ചെയ്യുക, 3-5 തവണ പാരായണം ചെയ്യാം. അതേപോലെ തന്നെ അങ്ങനെ പാരായണം ചെയ്യുന്നവരുടെ സ്ഥാനം സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ലിസ്റ്റിലായിരിക്കും അവരുടെ സ്ഥാനമുണ്ടായിരിക്കാം. ആരെങ്കിലും 20 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 70,000 രക്തസാക്ഷികളുടെ പ്രതിഫലം അവന് ലഭിക്കും. അയാളുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു വലിയ ബറക്കത്ത് നൽകും. അയാളുടെ സമ്പത്തിൽ, അയാളുടെ മായുഷ്യത്തിൽ, അയാളുടെ വീട്ടിൽ എല്ലാം അള്ളാഹു വലിയ ബറക്കത്ത് നൽകും. ഒരു 30 തവണ സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും പാരായണം ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ 30,000 മന്ദിരങ്ങൾ അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും. 40 തവണയാണ് പാരായണം ചെയ്തതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കും. ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങളുടെ അയൽപക്കമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കും. ഒരു സ്വഹാബി വര്യനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങളോട് ആ സ്വഹാബി വര്യൻ മറുപടി പറയുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കാൻ, മുറാഫഖത്ത് ഉണ്ടാകാൻ. അതൊരു വല്ലാത്ത കാര്യമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ദുആ ചെയ്യാറുള്ളത്. ഹബീബായ തങ്ങളുടെ ജിവാറിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കണം. അങ്ങനെ ഭാഗ്യം ലഭിക്കാൻ ഇത് കേട്ട ഉടനെ നിങ്ങൾ ഒരു 3 സ്വലാത്ത് ചൊല്ലു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹു നമുക്ക് സ്വലാത്തിൻ്റെ ബർക്കത്തുണ്ട്, തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. 40 തവണ പാരായണം ചെയ്താൽ, അവ ചുരുങ്ങിയത് 40 തവണയെങ്കിലും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എത്ര തവണ നമ്മൾ പാരായണം ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിലൊരുപാട് വന്നിരുന്നു. അപ്പോൾ നമുക്കൊക്കെ പതിവാക്കാൻ പറ്റുന്ന ഒരു എണ്ണാണ് 40. ഈ 40 കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും. ഹബീബായ തങ്ങളുടെ ജിവാറിൽ, ഹബീബായ തങ്ങളുടെ അയൽക്കാരനായിട്ട് സാധുവായ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുമിച്ച് കൂടാൻ കാരണമാകും. 40 തവണ പാരായണം ചെയ്താൽ, 50 തവണ ഓതിയാൽ അയാളുടെ 50 കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. 100 തവണ പാരായണം ചെയ്താൽ 100 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു നൽകും. 200 തവണ ഓതിയാൽ 100 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം നൽകും. 400 തവണ ഓതിയാൽ അയാൾക്ക് 400 ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും. 500 തവണ ഓതിയാൽ കുടുംബത്തിനും മക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. 1000 തവണ ഓതിയാൽ അള്ളാഹുവിനോടുള്ള അയാളുടെ കടമകൾ അയാൾ പൂർത്തീകരിച്ചു വീട്ടി, അയാൾ നരകമുക്തനായി കഴിഞ്ഞു. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യാം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു തീർന്നോ? ഇല്ല, ഇനിയും ധാരാളം പറയാൻ കിടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇനിയും പറയാം. സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക, ഇഷ്ടപ്പെടുക. ഇന്നു മുതൽ എനിക്കും നിങ്ങൾക്കും സൂറത്തുൽ ഇഖ്ലാസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരിക്കണം. ഇഷ്ടമുണ്ടാകില്ലേ? അങ്ങനെ ഉണ്ടായാൽ ആ ഇഷ്ടം എന്നെയും നിങ്ങളെയും എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കും. ആര് പറഞ്ഞു? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരമല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല, മൊഴിയുന്നില്ല. ആ മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.